മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് ചെയ്ത ദുആകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ കണ്ണോടിച്ചാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്തിന്റെ ദിപനായ പടച്ച റബ്ബിനോട് ചെയ്ത ഒരു ദുആ എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വലാ തുഖ്സിനി യൗമ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, മസ്റയിൽ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നീ എന്നെ നിന്നനാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുന്നത്, പടച്ചവനെ നീ എന്നെ പരലോകത്ത് നാണം കെടുത്തല്ലേ അല്ലാഹ്, എന്നെ നീ അവിടെ നിസാരനാക്കല്ലേ അല്ലാഹ് എന്ന് പടച്ചവനെ ഇബ്രാഹിം നബി അവിടുന്ന് ദുആ ചെയ്തതായി പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ നമ്മളാണെങ്കിൽ പറയുന്നു, പടച്ചവനെ ദുനിയാവിലെ നാണം കെടുത്തരുത്. ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നു, എന്നെ ആഖിറത്തിൽ നാണം കെടുത്തരുത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടായി ദുആ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണല്ലോ, നമ്മളതിനെ കുറിച്ച് പഠിക്കാഞ്ഞിട്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ദുആ ചെയ്തതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ജനങ്ങളുടെ മുമ്പിൽ നാണം കെടുന്നതിനേക്കാൾ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടു പോകുന്നതിന് അവർ വല്ലാതെ ഭയപ്പെട്ടു എന്ന് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മൾ ഭയപ്പെടണമല്ലോ, നമ്മൾ പേടിക്കണമല്ലോ. പടച്ചവനെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ, എന്തായാലും നമ്മൾ മരിക്കും. നമ്മുടെ കഫം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ? പടച്ചവനെ, എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? മനോഹരമായി സുഗന്ധമിട്ട ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ ജനാസകൾ കുളിപ്പിക്കുകയാണ്. നെഗത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്ത് മാറ്റുകയാണ്, നജസ്സുകൾ മുഴുവനും മാറ്റുകയാണ്, നല്ലതുപോലെ തുടയ്ക്കുകയാ, വുളുവെടുപ്പിക്കുകയാ, സുഗന്ധം തേക്കുകയാ. പടച്ചവനെ, പുതിയ വസ്ത്രത്തിൽ നമ്മളെ പൊതിയുകയാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങളും അതുപോലെ ഒരിക്കൽ പോലും ഒരുങ്ങിയിട്ടില്ല. പടച്ചവനെ, മനോഹരമായ രീതിയിൽ നമ്മളെ കുളിപ്പിച്ച് പുതിയ പളയ പോലെ, പുതിയ പെണ്ണിനെ പോലെ മനോഹരമായി നമ്മളെ കുളിപ്പിച്ചു. അവസാന പള്ളികൾ കൊണ്ടുവന്ന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ? അവിടുന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ? ജനാസയതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ആറടി മണ്ണെന്ന് പറയുന്ന ഖബറിനകത്തേക്ക് നമ്മുടെ ജനാസ ഇറക്കി വെച്ചുകൊണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും ഖബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് അവിടെ നിന്നൊരു ചെടി നട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. പടച്ചവനെ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുകയാണ്. എങ്ങനെയാ കൊണ്ടുപോയി ഖബറടക്കിയതെന്നറിയുമോ? മനോഹരമായ രീതിയിൽ പുതിയ പെണ്ണിനെ പോലെ, പുതിയ പളയ പോലെ പുതുവസ്ത്രം ധരിച്ച് സുഗന്ധങ്ങൾ തേച്ച് മനുഷ്യന്റെ കോലത്തിൽ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുപോയി എന്നെയും നിങ്ങളെയും കുഴിച്ചിടുമല്ലോ. എന്നാൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ ആ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, മനുഷ്യന്റെ കോലത്തിൽ കൊണ്ടുപോയി ഖബറടക്കിയവനുണ്ടല്ലോ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മളിൽ പലരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? പട്ടിയുടെ രൂപത്തിൽ, പന്നിയുടെ രൂപത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരങ്ങളിൽ കൊടികുത്തി വെച്ച് കൊണ്ടുവരുന്നവർ. ഇതുപോലെ ഇസ്രാഫീൽ എന്ന്
പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിന് രണ്ടാമത് മുതുമ്പോ മനുഷ്യന്റെ കോലത്തിൽ കൊണ്ടുപോയി കബറടക്കിയ പള്ളിപ്പറമ്പിലെ കബർസാൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. പടച്ച റബ്ബേ, നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ഈ സമുദായത്തെ നാളെ 41 വിഭാഗമായി അങ്ങനെ രൂപത്തിലാണ് കൊണ്ടുവരുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അതാ എഴുന്നേറ്റ് വരികയാണ്. ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന സഹോദരാ സഹോദരി, നമ്മളിൽ പലരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാ, അവര് മൂക്കുപൊത്തുകയാണ്. വല്ലാത്ത ദുർഗന്ധം, പൊഴുത്ത് നാറിയവനെ പോലെ, നാണം കെട്ടവനെ പോലെ, അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ, കാണുന്നവര് മുഴുവനും മുഖം തിരിച്ചു കളയുന്ന രീതിയിൽ നിങ്ങനായി നിസാരനായിട്ട് നമ്മളിൽ ചിലര് നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം ജനങ്ങൾ അവിടെ അത്ഭുതത്തോടെ മുഖം തിരിക്കുകയാണ്. ഇവനാരാണ് പടച്ചവര്? ഇവനാരാണ് പടച്ചവര്? ഇവനെന്തോ പാപം ചെയ്തവനാണ് പടച്ചവന്? ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് അറപ്പോട് വെറുപ്പോട് കൂടി നോക്കുന്ന ഒരു ദിവസം വരാനുണ്ടോ? പടച്ചവനെ എവിടെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ദുനിയാവിലെ നിന്റെ നാട്ടുകാര് മാത്രം അവരുടെ മുമ്പിൽ നാണം കെടുന്നതിന് ഞാനും നിങ്ങളും ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിക്കടോ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും ദാവൂദ് നബിയും പടച്ചവനെ അയ്യൂബ് നബിയും ഈസാ നബി വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികള്, അവിടുത്തെ കുടുംബങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പ്രവാചകന്റെ ഭാര്യമാര്, പ്രവാചകന്റെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, മഹത്തുക്കള്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാർ, നിന്റെ നാട്ടുകാര്, പടച്ചവരെ ലോകത്ത് കടന്നു വന്ന കോടാനി 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 വരുന്ന ജനങ്ങളുടെ മുമ്പില് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് പുഴുത്തു നാറിയവനെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് നാണം കെട്ടവനെ പോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന രംഗമെന്തേ നീ ചിന്തിക്കാത്തത്? ആ രംഗമല്ലേടാ നിനക്ക് ഓർമ്മ വേണ്ടത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി റബ്ബിനോട് ദുആ ചെയ്തത്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഇബ്രാഹിം നബി പടച്ചവനോട് പറയുന്നു, അല്ലാ, ആ പരലോകത്ത് നീ എന്നെ നിന്നനാക്കല്ലേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ആരാണ് കടന്നു വരുന്നതെന്നറിയോ? തലപ്പാവും താടിയും തൊപ്പിയും ജുബ്ബയും ഇട്ടുകൊണ്ട് നടക്കുന്നവന്, കയ്യിൽ തസ്ബീഹും പിടിച്ച് നടക്കുന്ന പെങ്ങളെ, നീ വിചാരിക്കും കള്ള് കുടിക്കുന്നവരാ, വ്യഭിചരിക്കുന്നവരാ, പലിശ തിന്നുന്നവരാ, നിസ്കരിക്കാത്തവരാ, പടച്ചവനെ അവരായിരിക്കും നാളെ നാണം കെട്ട് വരുന്നത് എന്ന് കരുതുന്ന ഉമ്മ. അവരാരുമല്ല, അവരാരുമല്ല, അവര് മാത്രമല്ല വാപ്പാ. ഈ സദസ്സിൽ ഞെളിഞ്ഞിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരെ അല്ലാഹു നാണം കെടുത്തുന്ന രീതിയിൽ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കേവലം നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർ നീ ചെയ്ത ഒരു തെറ്റിനെ അറിഞ്ഞ് നീ നാണം കെട്ടുന്നു പോകുന്നതിനെ ഇത്രയും ഭയക്കുന്നുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ നീ നാണം കെട്ടു പോകുന്നതിനെ എന്തുകൊണ്ട് നീ ഭയക്കുന്നില്ല? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടാ പറഞ്ഞ ദുആ ചെയ്യുമ്പോൾ പറയണം, അള്ളാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ നാണം കെടുത്തരുത്. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും നീ എന്റെ ഇസ്സത്തിന് കോട്ടം വരുത്തരുത്. ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ആരാ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനെ മോശമായ രീതിയിൽ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്ന ആരെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് പഠിച്ചൂടെ? ഉസ്താദെ, ഞാൻ കള്ളു കുടിക്കത്തില്ല, ഞാൻ കഞ്ചാവ് അടിക്കത്തില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, വയല് പറയുന്നുണ്ട്, വയല് കേൾക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണയുണ്ട് നമുക്ക്. നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ഈ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകില്ല എന്ന്. എങ്കിൽ ഞാൻ എണ്ണി പറഞ്ഞു തരാം, ഉണ്ടോ എന്ന് നോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ആയ ഇനി ഇങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യുക? തുടക്കത്തിൽ ഇങ്ങനെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുഖമല്ലേ എന്റെ പൊന്നാരെ ചങ്ങായിമാരെ കാക്കാമാരെ? നിങ്ങൾക്കൊക്കെ സുഖമല്ലേ താത്താമാരെ? ഒരാള് സുഖമാണോ എന്ന് ചോദിച്ചാ ആന്നാ പറയണ്ടേ? സുഖമാണെന്നാണ് പറയണ്ടേ? ഇത് നമ്മൾ ഈ പഠിച്ച എന്തറിയാ, പഠിക്കും തോറും തലതിരിഞ്ഞു പോവാ. വയലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എന്തോപ്പാ ഞങ്ങളെക്കാളും നല്ലതുപോലെ വയല് പറയണ എത്ര പേരുടെന്നറിയോ? ഉസ്താദന്മാര്. പണ്ടത്തെ ഉസ്താദന്മാരുടെ കാര്യമൊന്നും പറയാതിരിക്കല നല്ലത്. പടച്ചോനെ, പണ്ടൊരു ചരട് ഓതണമെങ്കിൽ ഉസ്താദിനെ വേണം, ഒന്ന് വെള്ളം ഓതണമെങ്കിൽ ഉസ്താദന്മാരുടെ അടുത്ത് പോകണം. ഇപ്പൊ പെണ്ണുങ്ങൾ സ്വന്തം വെള്ളം വരെ ഓതി കൊടുക്കണ കാലമല്ലേ? എന്ന കാലം അങ്ങനെ ആയിപ്പോയി. അല്ലാഹു അഅലം. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിൽ കയറി വന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ എന്ന്. അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, സുബ്ഹാന നബി, അൽഹംദുലില്ലാഹ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമത് ഒരാൾ പുറകെ കയറി വരുന്നുണ്ട്. ഇത് കേൾക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ച ചോദ്യവും മറുപടി എല്ലാം കേട്ടു. രണ്ടാമതിന് ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഏ ചങ്ങാതി, നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞ മറുപടി നിങ്ങൾ പറഞ്ഞ മറുപടിയാ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊരു മറുപടി പറഞ്ഞില്ലേ? ചിലര് ചിരിച്ചു, ചിലര് തലകുലുക്കി, ചിലര് പിന്നെ കൊന്നാലും അനങ്ങൂല്ല, ഉണ്ടാതിരിക്കും. അപ്പൊ നബിതങ്ങൾ ചോദിച്ചപ്പോ ആ ചങ്ങാതി മറുപടി നിങ്ങൾ പറഞ്ഞ പോലെ മറുപടി പറഞ്ഞേ. അപ്പൊ നബിതങ്ങൾ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് എന്തേ ദുആ ഇല്ലേ? ഈ ആദ്യം ചോദിച്ച ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എന്നോട് ചോദിച്ചത്. ഓന് ദുആ ഉണ്ട്, എനിക്ക് ദുആ ഇല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, നീ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗിനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറഞ്ഞ സുഖമാണോ? ഞാൻ കേട്ടില്ല. എന്താ തമരെ? അപ്പൊ നിനക്കൊക്കെ അറിയാം, പറയാഞ്ഞിട്ടല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിച്ചാൽ, കച്ചവടമുണ്ടോ എന്ന് ചോദിച്ചാൽ, ജീവിതം എന്താണെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതിങ്ങനെ ചുമക്കാനുള്ളതല്ല, ജീവിതത്തിൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഇൽമു പഠിച്ച ഇൽമു ഞാൻ ഓർമ്മിപ്പിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. എന്താ നേട്ടം? എന്താ? ഇപ്പൊ ഒരാള് വന്നിട്ട് ചോദിക്കുന്നു, ഹരിയാരെ കച്ചവടമൊക്കെ ഉണ്ടോ? പിന്നെ അടിപൊളിയാളിയാ, നല്ല കാശ, കുഴപ്പമൊന്നുമില്ല, റാഹത്തു, 50,000 ഉണ്ട്, 25,000 ഉണ്ട് മാസം. മച്ചായിക്ക് അവിടുന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അറബി നേരിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കേൾക്കുന്ന ആള് വിചാരിക്കും, ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ അല്ലാഹ്? എല്ലാരും കച്ചവടം ഇല്ല എന്ന് പറയുമ്പോ ഇവന് മാത്രം ഇത്ര കച്ചവടം എന്താ അല്ലാഹ്?
ചിലപ്പോൾ നിന്നോട് സ്നേഹം കൂടാം, അവസാനം നീ യതീംഖാനയിലാകാം. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ കരയാറുണ്ടോ? കരയാറില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി വന്നു. സഹാബത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബികൾ മുഴുവൻ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മുത്തുനബി ഇരുന്ന് കരഞ്ഞു. ഓതി അങ്ങോട്ട് തീർന്നപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും കരയാത്ത എന്താ? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല, ഒന്നുകൂടെ ഓതു. സ്വഹാബി അവിടെ നിന്ന് രണ്ടാമത് മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചില സഹാബികൾ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അഭിനയിക്കുക, നിങ്ങൾ കരയണ്ട, കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കുക. മൂന്നാമത് മോദി. സ്വഹാബത്ത് ഓതി, മുത്തുനബി ഓതി. അള്ളാഹുവിന്റെ റസൂലും കൂടെ ഇരുന്നവർ കരയേണ്ടവർ കരഞ്ഞു, അല്ലാത്തവർ അഭിനയിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാനെങ്കിലും പറ്റുമോ? കരയണ്ട, ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക. അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കരയൂ. അഭിനയിക്കോ? കരയണമെന്ന് ഞാൻ പറയൂല, അതിന് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന്റെ യോഗം വേണം. അള്ളാഹുവേ, ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു. എങ്ങനാ മരിച്ചേ? എന്ത് ചെയ്തിട്ടാ മരിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുന്ന കേട്ടപ്പോഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ. നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും. നമുക്ക് അറ്റാക്ക് വരും തിന്നിട്ട്. നമ്മൾ കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. അതെ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു, അവൻ നന്നാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയും? നമ്മൾക്ക് എന്തേ പറ്റാത്തെ? നമ്മൾ കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ അൽഹാകുമുത് തകാസുർ ഓതി നോക്ക്. അതിന്റെ അർത്ഥം വായിച്ചു നോക്ക് പോയിട്ട്. ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. അതെ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു, അവൻ നന്നാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയും? നമ്മൾക്ക് എന്തേ പറ്റാത്തെ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് നാണം കെട്ടവനെ പോലെ അള്ളാഹു തരം താഴ്ത്തിയ രീതിയിൽ നിന്നനായി കൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദുർരി ഫീ സൂരിർ റിജാൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാളെ ഒരു വിഭാഗത്തെ പടച്ചറപ്പ് പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നാളെ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലെ ചെറിയ ഒരു ഉറുമ്പ് കയറാറുണ്ടല്ലോ. കാണാൻ പോലും കഴിയാത്ത ചെറിയ ചെറിയ ഉറുമ്പുകളെ ഞാനും നിങ്ങളും കാണുന്നവനാണല്ലോ. നാളെ ഖബറിനകത്ത് നിന്ന് ഉറുമ്പിനെ പോലെ ഒരു ചെറിയ മനുഷ്യനെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരികയാ.
നമ്മുടെ കൂട്ടത്തിൽ ഒരു നീളം കുറഞ്ഞവനെ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കുമല്ലോ. ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ നിൽക്കുമ്പോ ഒരു കറുത്ത ഒരു ചെറിയ ഉറുമ്പിന്റെ അത്രയും മാത്രമുള്ള ഒരു മനുഷ്യനെ നാളെ പരലോകത്തേക്ക് മലക്കുകൾ കൊണ്ടുവരികയാ. എന്തൊരു ദുർഗന്ധമെന്നറിയുമോ? വല്ലാത്ത ദുർഗന്ധം. കാണുന്നവര് മുഴുവനും മുഖം തിരിക്കുകയാണ്. ഇതുപോലെ നാണം കെട്ടവനെ പോലെ നിന്യനായി നിസാരനായി അല്ലാഹു ഒരു മനുഷ്യനെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ നാളെ ഇതുപോലെ പടച്ച റബ്ബ് പരലോകത്തേക്ക് കൊണ്ടുവരുന്ന മനുഷ്യൻ ആരെന്നറിയുമോ? കള്ളു കുടിച്ച് നടന്നവനല്ല, വ്യഭിചരിച്ച് നടന്നവനല്ല, പലിശ തിന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, സദക്ക കൊടുക്കാത്തവനല്ല, പടച്ചവനെ അല്ലാഹുവിനെ ശിർക്ക് ചെയ്തവനല്ല. പിന്നെ ആരാണെന്നറിയുമോ? നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, അല്ലാഹുവേ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അഹങ്കാരത്തോടെ ജീവിച്ചവനുണ്ടല്ലോ, അഹങ്കാരികളെ പോലെ ജീവിച്ചവനുണ്ടല്ലോ. നബി തങ്ങൾ പറയുന്ന ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ടോ? പടച്ചവനെ അവൻ അല്ലാഹു അവന്റെ അമലുകൾ സ്വീകരിക്കില്ലല്ലോ. പടച്ചവനെ അവൻ സ്വർഗത്തിന് പുറത്താണല്ലോ. അവന്റെ ഒരു ദുആയും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. പടച്ചവനെ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നവർ എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ മഹാനാണെന്ന് പറയണം. പടച്ചവനെ നാട്ടുകാരുടെ മുമ്പിൽ വലിയവനാകാൻ എന്ത് മോശമായ വഴികളും നമ്മളിൽ പലരും സ്വീകരിക്കുമല്ലോ. ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് ഫ്ലെക്സ് അടിച്ച് അല്ലാഹുവിന്റെ പള്ളികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമല്ലോ. എന്തിനാ വലിയവനാണെന്ന് പറയാറ്? നാട്ടുകാര് വലിയവനാണ്, മഹാനാണെന്ന് പറയാറ്. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. എന്തിനാടാ നീ ഇത് ചെയ്തത്? നീ വലിയവനാണെന്ന് പറയണം, നാട്ടുകാര് നിന്നെ ബഹുമാനിക്കണം, നാട്ടുകാര് നിന്നെ ആദരിക്കണം, നിനക്ക് ജയ് വിളിക്കാൻ ആള് നിന്റെ കൂടെ വേണം. ഇതിനു വേണ്ടിയല്ലേ നീ ചെയ്തത്? നബി തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുവരികയാ. ചെറിയ ഉറുമ്പിന്റെ കോലത്തില്, ചെറിയ ഉറുമ്പിന്റെ കോലത്തില് നാണം കെട്ടവനെ പോലെ. നീ ആരുമല്ലടാ, നീ ആരുമല്ലടാ, നീ നിസാരനാണടാ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലാഹു നാളെ പരലോകത്തേക്ക് അഹങ്കാരികളെ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പടച്ചവനെ ചിലരങ്ങനാട്. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? പാവപ്പെട്ടവനോട് പടച്ചവനെ പണക്കാരന് വല്ലാത്ത ഒരു അസൂയ, ഒരു നിസാരമായി കാണുകയാണ്. അവൻ പറയുന്ന വാക്കുകളെ പരിഗണിക്കില്ലല്ലോ. പടച്ചവനെ അവൻ അവഗണിക്കുകയാണ്, പരിഗണിക്കുന്നില്ല. ഒരു കളിയാക്കലും പരിഹാസവും. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും എന്റെയോ നിങ്ങളുടെയോ ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ടോ? നിന്റെ നിസ്കാരമോ, നിന്റെ ദുആയോ, നിന്റെ ഖുർആനോദലോ, നിന്റെ സദഖയോ, നിന്റെ സൽക്കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കില്ലടോ. നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ